ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ചാർലി ഗിർവാദീസ് അങ്കമാലി. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ കർത്തദിവസത്തിനായിട്ട് നമുക്ക് ഏവർക്കും ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ആയുസ്സിനോട് ഒരു പാർക്കാലം കൂടി നീട്ടിത്തരുവാൻ, ഒരു കർത്തദിവസം കൂടി കൂട്ടിച്ചേർക്കുവാൻ വലിയവനായ ദൈവത്തിന് പ്രസാദം തോന്നിയതുകൊണ്ട് സഭയായി ഒരുമിച്ച് കൂടി കർത്താവിനെ സത്യത്തിലും ആത്മാവിലും നീതിയിലും വിശുദ്ധിയിലും ആരാധിക്കുവാനുള്ള ഒരു സാവകാശം കൂടി നമുക്ക് ലഭിച്ചു. അതിനായിട്ടും നമുക്ക് ഏവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഈ ഒരു ചെറിയ ചിന്ത നാം ഇന്ന് കൂടി വരുമ്പോൾ നമുക്ക് ഏവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അതിനായിട്ട് 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. അത് ഇപ്രകാരമാണ്: മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവ വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. നമ്മുടെ കർത്താവിനെ കല്ലിനോട് ഉപയോഗിച്ചിട്ടുള്ള അനേക പരാമർശങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏടുകളും അറിയിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 42-ൽ നാം വായിക്കുമ്പോൾ അവൻ തള്ളിക്കളഞ്ഞ കല്ല് ആണ് എന്ന് കാണുവാൻ കഴിയുന്നു. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ 28-16-ൽ അവൻ ശോധന ചെയ്ത കല്ലും മൂലക്കല്ലുമാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 10-4-ൽ അവൻ ആത്മീയമായിരിക്കുന്ന പാറയാണ് എന്നാണ് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. 1 പത്രോസ് തന്നെ 2-6-ൽ അവൻ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ലാണ്. റോമാലേഖനത്തിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ 9-37-ൽ അവൻ ഇടർച്ചക്കല്ലാണ് എന്ന് കാണുവാൻ കഴിയും. ഇങ്ങനെ നമ്മുടെ കർത്താവിനെ കല്ലിനോട് അഥവാ പാറയോട് ഉപമിച്ചിട്ടുള്ള അനേക പരാമർശങ്ങൾ നമുക്ക് വേദപുസ്തകത്തിലോട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം വായിച്ച വേദഭാഗത്ത് നാം കാണുന്നത് അവൻ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവും ജീവനുള്ളതുമായ കല്ലാണ് എന്നാണ്. എന്നാൽ അതേ ലേഖനകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ശ്രേഷ്ഠമായിരിക്കുന്ന മാന്യമായിരുന്ന ജീവനുള്ള കല്ലിനെ അംഗീകരിക്കുവാൻ മനുഷ്യർക്കായില്ല, ആ കല്ലിനെ തള്ളിക്കളഞ്ഞു എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്നാണ്. മാന്യമായ കല്ലിനെ ഞങ്ങൾക്ക് വേണ്ട, കുലപാതകിയായ ബറബാസിനെ വിട്ടുതരിക എന്നവർ കരഞ്ഞു എന്ന് നാം വായിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ തള്ളപ്പെട്ട ജീവനുള്ള കല്ലിന്റെ അടുക്കൽ വന്നിട്ട് പത്രോസ് പറയാണ്, നിങ്ങളും ജീവനുള്ള കല്ലുകളായിട്ട് തീരുവാൻ ഇടയായി. പ്രിയമുള്ളവരെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന ജീവനറ്റ കല്ലുകളായിരുന്നു നാം ഓരോരുത്തരും. നാം സങ്കീർത്തനങ്ങൾ 40-2 വായിക്കുന്നുണ്ട്, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന അവസ്ഥയായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും. വെളിച്ചം കണ്ടിട്ടില്ലാത്തതും യാതൊരു പണിക്കും കൊള്ളിക്കുവാൻ കഴിയാത്തതുമായ ഉപയോഗശൂന്യമില്ലാത്ത ജീവനറ്റ കല്ലുകളായിരുന്നു നാം ഓരോരുത്തരും. യോർദാന്റെ അടിത്തട്ടിൽ കിടന്ന കല്ലിനെ പോലെയായിരുന്നു നാം ഓരോരുത്തരും. കാട്ട് കല്ലുകൾക്ക് സമമായിരുന്നു നാം ഓരോരുത്തരും. എന്നാൽ പത്രോസ് ഓർപ്പിക്കുകയാണ്, എന്നാൽ ജീവനുള്ള കല്ലായ ഈ കർത്താവിൻ്റെ അടുക്കൽ നാം വന്നപ്പോൾ, അവൻ്റെ ജീവൻ അവൻ നമ്മിലേക്ക് പകർന്നപ്പോൾ നാമും ജീവനുള്ള കല്ലുകളായി അവനോട് ചേർത്ത് പണിയപ്പെടുവാനായിട്ട് ഇടയായി. വിശുദ്ധ പുരോഹിത വർഗം എന്ന നാമത്തിൽ അറിയപ്പെടുവാനിടയായി. എന്തിനെന്നോ
ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ആത്മീക യാഗം കഴിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുവാൻ. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവസന്നിധിയിൽ ഒത്തുകൂടി നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് ഓർക്കുവാനുള്ളത് അത് തന്നെയാണ്. എൻ്റെ കർത്താവെ, ഞാൻ എവിടെ കിടന്നവനായിരുന്നു? ഒരു കാലത്ത് വെളിച്ചം കാണാതെ കിടന്ന അവസ്ഥയായിരുന്നു ജീവിതത്തിലുണ്ടായിരുന്നത്. ഒരു കാലത്ത് ഒരു കണ്ണിനും ദയ തോന്നാതെ കിടന്ന അവസ്ഥയായിരുന്നു ജീവിതത്തിലുണ്ടായിരുന്നത്. ഒരു കാലത്ത് കാട്ടുകല്ലിൻ്റെ അവസ്ഥയായിരുന്നു ജീവിതത്തിലുണ്ടായിരുന്നത്. ഒരു കാലത്ത് ആ യോർദാന്റെ അടിത്തട്ടിൽ കിടന്ന കല്ലിന് സമമായിരുന്നു എൻ്റെ ജീവിതമെന്ന് പറയുന്നത്. എന്നാൽ അവിടെ നിന്ന് എന്നെ പറക്കിയെടുക്കുവാൻ, വിശുദ്ധന്മാരോട് കൂടെ ചേർത്ത് പണിയുവാൻ വലിയവനായ ദൈവത്തിന് പ്രസാദം തോന്നി. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കുപ്പയിൽ നിന്നുയർത്തി ശ്രേഷ്ഠരാം നരർക്കൊപ്പം ഇരുത്തിയ ആ ദിവ്യ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് വീണ് വണങ്ങി നമസ്കരിക്കാം. ആ പൊന്നുനാമത്തെ ഉയർത്താം. അവിടുത്തെ പൊന്നുനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.